സംസ്ഥാനത്ത് വീണ്ടും അവയവദാനം. വാഹന അപകടത്തെ തുടർന്ന് മസ്തിഷ്ക മരണം സംഭവിച്ച കൊല്ലത്തെ ബിനുവിൻ്റെ വൃക്കകളും കരളും അടക്കമുള്ള അവയവങ്ങൾ ദാനം ചെയ്യുന്ന കാര്യം നിങ്ങൾക്കറിയാം. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, ഹൃദയത്തിൻ്റെ ആരോഗ്യനില മോശമാണ്. അതുകൊണ്ട് തന്നെ ഹൃദയം എടുക്കുന്നില്ല. മറ്റ് അവയവങ്ങൾ എടുക്കാനുള്ള ശസ്ത്രക്രിയ തിരുവനന്തപുരത്തെ കിംസ് ആശുപത്രിയിൽ ഇപ്പോൾ ആരംഭിച്ചു എന്നാണ് വിവരം. ജിബിൻ ജെബി തിരുവനന്തപുരത്തെ ആശുപത്രിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. പറയൂ ജിബിൻ. SKN ഇക്കഴിഞ്ഞ 10-ാം തീയതിയാണ് കൊല്ലം ചടയമംഗലം സ്വദേശിയായ ബിനു വാഹന അപകടത്തിൽപ്പെടുന്നത്. തുടർന്ന് ബിനുവിനെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവിടെ നിന്നാണ് 11-ാം തീയതി രോഗാവസ്ഥ മൂർച്ഛിച്ചതിനെ തുടർന്ന് തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ പ്രവേശിക്കുന്നത്. അവിടെ വെച്ച് കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടു കൂടിയാണ് മസ്തിഷ്ക മരണം സംഭവിച്ചത്. പക്ഷേ ഈ മസ്തിഷ്ക മരണം സംഭവിച്ചതിൻ്റെ ഇടയിലും കുടുംബത്തെ അവയവദാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേസ് ഓട്ടോ അധികൃതരും അതുപോലെ ആശുപത്രി അധികൃതരും അറിയിക്കുകയായിരുന്നു. തുടർന്നും ആ ഒരു വിഷമത്തിൻ്റെ ഇടയിൽ പോലും ഈ അവയവങ്ങൾ ദാനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് കുടുംബം എത്തുകയായിരുന്നു. തുടർന്നാണ് ഹൃദയം ഉൾപ്പെടെ 5 അവയവങ്ങൾ, ഹൃദയം, വൃക്കകൾ, കരൾ, നേത്രപടലങ്ങൾ ഇവയെല്ലാം ദാനം ചെയ്യുന്നതിന് വേണ്ടി തീരുമാനിച്ചു. പക്ഷേ നിർഭാഗ്യവശാൽ ഇന്ന് രാവിലെ 6:30 ഈ ശസ്ത്രക്രിയ, ഈ ആന്തരിക അവയവങ്ങൾ പുറത്തേക്ക് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശസ്ത്രക്രിയ ആരംഭിച്ച സമയത്താണ് ഹൃദയത്തിൻ്റെ ആരോഗ്യസ്ഥിതി മോശമാണെന്ന് കണ്ടെത്തുകയും തുടർന്ന് ഹൃദയം ദാനം ചെയ്യാൻ സാധിക്കുകയില്ല എന്നുള്ള ഒരു കാര്യം ബോധ്യപ്പെടുകയും ചെയ്ത് ഹൃദയം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഒരു രോഗിക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു തീരുമാനിച്ചിരുന്നത്. ഇപ്പോൾ ആ രോഗിയുടെ ബന്ധുക്കളെ ഇക്കാര്യം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റ് അവയവങ്ങൾ, അതായത് വൃക്കകൾ, കരൾ, നേത്രപടലങ്ങൾ ഇവ പുറത്തേക്ക് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശസ്ത്രക്രിയ നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 9 മണിയോടുകൂടി തന്നെ ഈ ശസ്ത്രക്രിയ പൂർത്തിയാകുമെന്നാണ് നിലവിൽ നമുക്കിപ്പോൾ കേസ് ഓട്ടോ അധികൃതരിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഈ ശസ്ത്രക്രിയ പൂർത്തിയായി കഴിഞ്ഞാൽ വൃക്കകൾ ഒന്ന് കിംസ് ആശുപത്രിയിലും മറ്റൊന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കുമാണ് കൊണ്ടുപോകുന്നത്. കരളും കിംസ് ആശുപത്രിയിലാണ്. നേത്രപടലങ്ങൾ കൊണ്ടുപോകുന്നത് തിരുവനന്തപുരം കണ്ണാശുപത്രിയിലേക്കാണ്. അവിടേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള ആംബുലൻസുകളും ഉടൻ തന്നെ ഇവിടേക്ക് എത്തുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും 4 പേർക്ക് പുതുജീവൻ നൽകിക്കൊണ്ടാണ് ബിനു എന്ന് പറയുന്ന 51 വയസ്സുകാരൻ ഇപ്പോൾ യാത്രയായിരിക്കുന്നത്. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.